ഈ ഒരു വീഡിയോ ഒരാഴ്ച മുമ്പത്തെയാണേ എഡിറ്റ് ചെയ്ത് വന്നപ്പം ഒരാഴ്ചയും കൂടെ കഴിഞ്ഞു പോയതാന്നേ. ഞാൻ ഈയിടെ പറഞ്ഞില്ലായിരുന്നോ ഈദിൻ്റെ അവധിക്ക് എനിക്കൊരു ദിവസം ഡ്രോപ്പ് കിട്ടിയെന്ന്. അന്നത്തെയാണേ. ശരിക്കും പറഞ്ഞാൽ അന്ന് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ച് വീട്ടിലിരിക്കുമായിരുന്നു. ഞാൻ ആദ്യം ഓർത്ത് ഒരിടത്തും പോകണ്ട, വീട്ടിൽ ഇരിക്കാമെന്ന്. എവിടെ പോകണ്ടേ? എന്നെ കണ്ടോ പിറന്ന കോലം, ഐ മീൻ നേക്കഡ് ഫേസ്. അങ്ങനെ ആദ്യമൊക്കെ ഒരിടത്തും പോകണ്ടെന്നുള്ള ഡിസിഷനിൽ ഇങ്ങനെ ഇരുന്നേ. പിന്നെ ജസ്റ്റിക്ക് ഫോൺ കോളായി, അതായി ഇതായി. ജസ്റ്റിക്കും കൊച്ചിനും ദുബായിക്ക് പോകണമെന്ന് എന്നോട് പറഞ്ഞു. വണ്ടിയെ കയറി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകുമെന്നും പറഞ്ഞാൽ വണ്ടിയെ കയറ്റിയത്. പിന്നെ ഈ ജസ്റ്റിയെ കാണാൻ തുടങ്ങിയിട്ടേ വർഷം കുറേ ആയതുകൊണ്ട് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ചെന്നെത്തുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി കരുതി കൂട്ടിയാണ്. അതുകൊണ്ടാണ് മേക്കപ്പ് ഒന്നും ഇടാഞ്ഞ കേട്ടോ. അത് പോകുന്ന സ്ഥലം അറിയാൻ മേലാത്തതുകൊണ്ടൊന്നുമല്ല, അതിനുള്ള സമയമൊന്നും കിട്ടിയില്ലെന്നേ. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഏകദേശം ഒരു കിട്ടി കാണുകയല്ലേ. എനിക്ക് സമയം കിട്ടിയില്ല. മിക്കപ്പോഴും എൻ്റെ ഒരുക്കം വണ്ടിയെ തന്നെയാണ്. ചിലപ്പോൾ വണ്ടി ഇരുന്ന് ഞാൻ ഡ്രസ്സ് വരെ മാറിയിട്ടുണ്ട് കേട്ടോ. അത് വീട്ടിൽ നിന്ന് പോകുമ്പോഴല്ല, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വണ്ടി ഇരുന്ന് ഡ്രസ്സ് മാറിയിട്ടും പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വലിയ പുത്തരിയൊന്നുമല്ല. അങ്ങനെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം കയറുന്നത് മക്ഡൊണാൾഡ്സിലാണ് കേട്ടോ. അതിപ്പോൾ ഒരു ശുഭകാര്യത്തിന് എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് മക്ഡൊണാൾഡ്സിൽ കയറി തേങ്ങ ഉടച്ചില്ലേ, അത് ശരിയല്ലല്ലോ അല്ലേ? അത് ഇല്ലല്ലോ അല്ലേ എന്ന് അത് തന്നെയല്ലെന്നേ. നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചൊന്നുമില്ലായിരുന്നേ, ഫുഡൊന്നുമേ. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് മിണ്ടിയും പറഞ്ഞു ഇച്ചിരി കുറച്ചൊക്കെ പോവുകയാണെങ്കിൽ അതൊരു വൈബല്ലേ. അങ്ങനെ കയറുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ദുബായിക്കോ അല്ലെങ്കിൽ ഇച്ചിരി ദീർഘദൂരമൊക്കെ പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും പെട്രോൾ സ്റ്റേഷൻ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിച്ചിട്ട് പോകും. പിന്നെ ഈ ജെയ്ഡൂർ ഈ മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത. എനിക്കൊന്ന് പിള്ളേർക്കെല്ലാം അതെ അല്ലേ. അതിനകത്ത് കഴിക്കാൻ വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനൊന്നുമല്ല. അതിനകത്ത് ഹാപ്പി മീൽ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും. നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെയും ബാക്കിയുള്ള കൺട്രീസിലൊക്കെ ഉണ്ട്. ആ ഒരു ടോയ്ക്ക് വേണ്ടിയിട്ട് ഈ മക്ഡൊണാൾഡ്സിൽ കയറുന്നത് കേട്ടോ. ഇതുണ്ടോ, നമ്മളുടെ അബുദാബിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കണ്ടോ, നമ്മൾ അബുദാബി കഴിഞ്ഞ് നേരെ ദുബായിക്ക് കയറും. എങ്ങനെയാണെന്നറിയോ, ഈ മരങ്ങളെല്ലാം തീരുന്നു കഴിയുന്നിടത്ത് ദുബായ് തുടങ്ങുക കേട്ടോ. കണ്ടോ, ഇവിടെ അങ്ങോട്ട് ദുബായ് സ്റ്റാർട്ട് ചെയ്യും. റോഡിൻ്റെ കളറ് മാറി, മരങ്ങൾ മാറി, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഷേപ്പും ഒക്കെ മാറി. ഇതാണ് ദുബായ്. ദുബായ് ഇവിടെ തൊട്ട് തുടങ്ങും, അവിടെ കൊണ്ട് അബുദാബി തീരും. ഇനി നമ്മൾ ദുബായിയുടെ പ്രാന്തപ്രദേശത്തൂടെ പോകുന്നത് കേട്ടോ. ദുബായ് സിറ്റിയിലൊന്നും നമ്മൾ കയറുന്നില്ല. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. നമ്മൾ ശരിക്കും പോകാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഔട്ട്ലെറ്റ് മോളിലാണ് കേട്ടോ. ഔട്ട്ലെറ്റ് മോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതിനു മുമ്പ് പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യവും പോയിട്ടുമുണ്ട് കേട്ടോ. ദുബായിലെ വലിയൊരു ഷോപ്പിംഗ് മോളാണ് ഈ ഔട്ട്ലെറ്റ് മോളിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ഔട്ട്ലെറ്റ് മോളിലാണ് എല്ലാത്തരം ബ്രാൻഡഡ് സാധനങ്ങളുടെയും ഔട്ട്ലെറ്റ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളുടെയും ബ്രാൻഡഡ് സാധനങ്ങളിലല്ല, ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഷോപ്സ് അവിടെ ഉണ്ട്, അവരുടെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഭയങ്കര ഡിസ്കൗണ്ടിൽ അല്ലെ ഭയങ്കര സെയിലിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. ഇതുവരെ ഔട്ട്ലെറ്റ് മോളിൽ പോകാത്ത ആരെങ്കിലും ഉണ്ടോയെന്നേ? യു എയിലുള്ള ആരെങ്കിലും? എനിക്ക് തോന്നുന്നില്ല, മിക്കവരും തന്നെ പോയിട്ടുണ്ടാവും. ഒരു 80% ആൾക്കാരും ഔട്ട്ലെറ്റ് മോളിൽ പോയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ നമ്മളും ഔട്ട്ലെറ്റ് മോളിൽ ചെന്ന് കേട്ടോ. പണ്ട് ഔട്ട്ലെറ്റ് മോൾ വലിയ വലുപ്പമൊന്നും ഇല്ലായിരുന്നേ, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, രാവിലെ ചെന്നാൽ വൈകുന്നേരം വരെ കറങ്ങാനുണ്ടെന്നേ. നമ്മളാണെ ചെന്നത് വൈകുന്നേരം എനിക്കൊന്നൊരു 4:30 കഴിഞ്ഞ് കാണും ഔട്ട്ലെറ്റ് മോളിൽ ചെന്ന്. 4:30യോ 4:00, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ. ഔട്ട്ലെറ്റ് മോളിൽ ചെന്നപ്പം അങ്ങനെ ചെന്ന ഉടനെ കയറി കൊടുത്തു നമ്മളുടെ ഗ്യാപ്പിൽ. ഇപ്പോഴാണ് അബുദാബിയിലുള്ള ഗ്യാപ്പിൻ്റെ എല്ലാ ഷോപ്സും ക്ലോസ് ആയെന്നേ. ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. അതോ അബുദാബി മാത്രമല്ല യു എയിലെ എല്ലാ എമിറേറ്റ്സിലും ക്ലോസ് ആയോ? എനിക്കറിയത്തില്ല കേട്ടോ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഗ്യാപ്പിൽ കയറി കുറച്ച് സാധനമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് ബിർക്കിൻ സ്റ്റോക്കിലാണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് എൻ്റെ ജസ്റ്റിയുടെ സിസ്റ്റർ ഫോൺ വിളിച്ചപ്പോഴേ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ ലിറ്റി ചെരുപ്പ് മാത്രം വാങ്ങിച്ചേക്കരുതെന്ന്. കാരണം ചേച്ചിക്കറിയാം എനിക്ക് ചെരുപ്പിന് ഭയങ്കര ഭ്രാന്താന്ന്. അല്ലാതെ തന്നെ ഭ്രാന്താന്നറിയാം, പ്രത്യേകം പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു ഞങ്ങൾ നേരെ അങ്ങോട്ട് തന്നെ കയറി കേട്ടോ. എൻ്റെ പൊന്ന് ദൈവമേ, ബിർക്കിൻ സ്റ്റോക്കിലെ തിരക്ക് നിങ്ങളൊന്ന് കാണണമായിരുന്നു. ഒരു പെരുന്നാളിനുള്ള ആളുണ്ടെന്നേ. എന്നാ തിരക്കായിരുന്നെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അവിടുത്തെ ആൾ കണ്ടിട്ട്. ആ കൂട്ടത്തിൽ നമ്മളും കയറി. അങ്ങനെ നമ്മളും എടുത്തു. ആവശ്യമില്ലാഞ്ഞിട്ടും 1, 2, 3 ചെരുപ്പ്. ഈ വീഡിയോ ഞാൻ പുറത്തു വിടുമ്പോൾ ചേച്ചി വിചാരിക്കുന്നതാണ് എന്താണ് അനുസരണ, പ്രത്യേകം പറഞ്ഞു വിട്ടു ചെരുപ്പൊന്നും വാങ്ങിക്കരുതെന്ന്. തമാശയ്ക്ക് പറഞ്ഞ കേട്ടോ. എന്നാൽ പോലും ഞങ്ങളത് കേട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കയറുന്നത് അഡിഡാസിൻ്റെ ഷോപ്പിലാണ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഷോപ്പിലും തന്നെ സെയിൽ ഉണ്ടായിരുന്നേ. അതിനിടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ആ കൊച്ച് പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നു. നമ്മൾ പോലും കണ്ടില്ലെന്നേ. ചേഞ്ചിങ് റൂമിൽ കയറി ഡ്രസ്സ് അങ്ങ് മാറി.
എൻ്റെ പൊന്നെ, അതാണ് വാഷ് പോലും ചെയ്ത ഡ്രസ്സാണോ എന്നൊന്നും അറിയില്ല. ജേഡ് അത് വാഷ് ചെയ്ത് വീട്ടിൽ ചെന്നിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ടൊന്നും പുള്ളി കേട്ടില്ല. അവിടെയും ഈ ബൈ വൺ ഗെറ്റ് വൺ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ഓഫറിലാണ് ഇട്ടേക്കുന്നത്. അതിൽ നിന്ന് പിന്നെയും ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ മെസ്സിയുടെ ടീഷർട്ടൊക്കെ കണ്ടു കേട്ടോ. മെസ്സിയുടെ ജേഴ്സി പണ്ട് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോഴേ ഒരു ടീഷർട്ടിന് 500+ ദിറംസ് ആയിരുന്നു ഇവിടെ UAE വില. ഇപ്പം അത്ര വിലയൊന്നുമില്ല, കാരണം വേൾഡ് കപ്പ് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നാട്ടിൽ ചെന്നിട്ട്, ആ സമയത്ത് എനിക്കൊന്ന് ഞങ്ങൾ നാട്ടിൽ പോയി. ഒരു ഡിസംബറിലല്ലായിരുന്നോ, കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ നാട്ടിൽ പോയിട്ട്, കഴിഞ്ഞ മുമ്പത്തെ വർഷമല്ല, കഴിഞ്ഞ വർഷം നാട്ടിൽ പോയിട്ട് നാട്ടിൽ നിന്ന് പിന്നെ ഡ്യൂപ്ലിയൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ ജേഴ്സിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കളി കാണുകയോ ചെയ്തേ. അങ്ങനെ ഫൈനലി മെസ്സിയുടെ ടീം അർജൻറ്റീന അന്റാർട്ടിക്കയെന്ന് അർജൻറ്റീന വേൾഡ് കപ്പും കൊണ്ടുപോയി. ഇനി ബൈ നമ്മൾ പറഞ്ഞ അതൊന്നുമല്ല. അങ്ങനെ കുറേ നേരം തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ കാലും മടുത്തു, കൈയും മടുത്തു, ശരീരവും മടുത്തെന്ന് പറഞ്ഞ പോലെ, എന്നാൽ പിന്നെ ഒരു കോഫി കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ എനർജി ഡ്രിങ്ക് അതാണല്ലോ. അങ്ങനെ സ്റ്റാർബക്സിൽ കയറിയേ. ജസ്റ്റിൻ ജേഡും പിന്നെ കോഫിയുടെ ഫാനൊന്നും അല്ലാത്തത് കൊണ്ട് അവരെന്തോ ഫ്രാപ്പിച്ചീനോയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ് വാങ്ങിച്ചത്. ജേഡു എനിക്ക് തോന്നുന്നൊരു ഡബിൾ ക്യാരാമലാന്ന് തോന്നുന്നു കേട്ടോ. ജസ്റ്റ് ഒരു ഫ്രാപ്പച്ചീനോ എടുത്തു. ഏത് ഫ്ലേവറാണെന്ന് ഞാൻ മറന്നുപോയി. ഞാൻ പക്ഷേ ആസ് യൂഷ്വൽ കോഫി. എന്നോടെല്ലാവരും ചിലപ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ലിറ്റി എന്താ ഇത്ര കാര്യമായിട്ട് കുടിക്കുന്ന ഒരു സാധനമെന്ന്. സത്യം പറയാമല്ലോ, ഞാൻ ഈ ഫ്രാപ്പച്ചിനോയോ അല്ലെ ബാക്കിയുള്ള കോൾഡ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ വേറെ ഒരു സാധനവും കഴിക്കാറില്ല. ഞാൻ കോഫി മാത്രമേ കുടിക്കാറുള്ളൂ. അതും മിക്കപ്പോഴും കോഫി ലാറ്റി ആയിരിക്കും കഴിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ കോഫിയുടെ ഒരു കട്ട ഫാനായതുകൊണ്ട് കോഫി അതും കോഫിയുടെ ഡബിൾ ഷോട്ട് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ. കാരണം അത് കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലെന്നേ. അങ്ങനെ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ പോയി ഏത് കടയിലാണെന്നറിയോ? ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു, നമ്മൾ കയറുതേ നമ്മുടെ ദുബായിലെ മുണ്ടേപ്പറമ്പിൽ സ്റ്റോഴ്സിലാന്ന്. ആർക്കെങ്കിലും കത്തി. ഞങ്ങൾ പള്ളിക്കത്തോടുകാരുടെ ഒരു വലിയ ഫുഡ് വെയർ ഷോപ്പാണ് മുണ്ടേപ്പറമ്പിൽ എന്ന് പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ പെട്ടിക്കട കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു മുണ്ടേപ്പറമ്പിൽ പോലെ ഉണ്ടല്ലോ എന്ന്. ഇവിടെ കയറുന്നത് കാണുമ്പോഴേ നിങ്ങൾക്ക് കത്തുമല്ലേ, എന്തിനാണ് ഇപ്പോൾ ഒരു പെട്ടി വാങ്ങിയത്? കാര്യമുണ്ടെന്നേ പറയാം. വലിയ സർപ്രൈസ് ഒന്നുമല്ല. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അത് മാത്രമല്ല അവിടെ നല്ല ഡിസ്കൗണ്ടിൽ പെട്ടി ഉണ്ടായിരുന്നു. മാത്രമൊന്നുമല്ലേ, നമ്മൾ ഓരോ പ്രാവശ്യം നാട്ടിൽ വെക്കേഷന് പോയിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഒരു പെട്ടിയെങ്കിലും മിനിമം പോയിരിക്കും. അതെന്നാണെന്നറിയത്തില്ല. മിക്കപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന ഡെൽസിയുടെ പെട്ടിയായിരിക്കും. എന്നാലും അത് ഈ എയർപോർട്ടിൽ എനിക്ക് തോന്നുന്നു മിസ്യൂസ് കാരണമാണെന്ന് തോന്നുന്നു, എപ്പോഴും ഏതെങ്കിലും ഒരു പെട്ടി പോകും. ഈ പ്രാവശ്യം അങ്ങനെ ഒരെണ്ണം പോയി. അപ്പോൾ വിചാരിച്ചു ഒരു പെട്ടി വാങ്ങിച്ചേക്കാന്ന്. അങ്ങനെ പെട്ടിയും കുട്ടിയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ഷോപ്പ്, ഏത് പെൺകുട്ടികളെ ഹഠാത് ആകർഷിക്കുന്ന ഒരു ഷോപ്പ്. അങ്ങനെ ഞാൻ അവിടെ കയറി കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ആക്രൂക്രി സാധനങ്ങളൊക്കെ അവിടെ നിന്നും വാങ്ങിച്ചു. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു, എന്നാണേലും പെട്ടി വാങ്ങിച്ചതല്ലേ, നമുക്ക് പെട്ടിക്കകത്ത് എല്ലാ സാധനം കൂടി ഇട്ടേക്കാമെന്ന്. എന്നാണെങ്കിലും പെട്ടി വാങ്ങിച്ചത് കാര്യമായി. അല്ല ഇതെല്ലാം തൂക്കി പിടിച്ചിട്ടുണ്ടല്ലോ, ജസ്റ്റിയുടെ കൈ കിഴക്കിയല്ലേ. ജസ്റ്റിയുടെ കൈ മാത്രമല്ല കൂടെയുള്ള ബാക്കിയുള്ളവരുടെ. അങ്ങനെ സാധനങ്ങളെല്ലാം പെട്ടിക്കകത്താക്കി. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൺട്രോൾ കളയുന്ന അടുത്ത കട. എനിക്കറിയാമല്ല, ഈ ഒരു കട കാണുമ്പോൾ എന്താണെന്നറിയത്തില്ല, പട്ടി എല്ലും കഷ്ണം കാണുന്നത് പോലെ ഞാൻ ചാടിക്കയറും. ഇത് കണ്ടപ്പോഴേ ജസ്റ്റിയും കൊച്ചും കടയ്ക്കകത്ത് കയറിയില്ല, അവർ പുറത്തിരുന്നു കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, എന്നാലും ഓരോ ചെരുപ്പും ഇങ്ങനെ ഇട്ട് കണ്ണാടിയുടെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് സ്റ്റെപ്പ് വെച്ചില്ലേ ഒരു മനസ്സമാധാനം ഇല്ലെന്നേ. ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ അസുഖം, അതോ നിങ്ങൾക്കും ഉണ്ടോ ഈ അസുഖം? ഉണ്ടെങ്കിൽ പണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇറങ്ങി വരുന്നത് നോക്കി രണ്ടുപേര് പുറത്തിരുന്നു. അവർക്കറിയാം ഇപ്പോഴൊന്നും ഞാൻ ഇറങ്ങത്തില്ലെന്ന്. നല്ല ക്ഷമയുള്ളത് കൊണ്ട് അവരൊന്നും പറഞ്ഞുമില്ല. അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ അങ്ങ് നടന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടുന്ന് ഞാൻ വേറൊന്നും വാങ്ങിച്ചൊന്നുമില്ലേ. പക്ഷേ ഞാൻ കയറുന്നത് നമ്മുടെ ചാൾസ് ആൻഡ് കെയ്ത്തിലായിരുന്നു കേട്ടോ. ഇന്നാൾ ഞാനൊരു റെഡ് ഷൂ ഇട്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ, അത് നോക്കിപ്പോയതാ. പക്ഷെ അതില്ലായിരുന്നു. എനിക്കൊന്ന് സെയിലായതുകൊണ്ട് തീർന്നു പോയി കാണും. എന്നാലും വാങ്ങിക്കുന്ന അഹങ്കാരമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മനസ്സിൻ്റെ കൺട്രോൾ ദൈവങ്ങളെയൊക്കെ മുറുക്കെ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ തേരാപാര ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഇതോ ഈ പോളോ, ഞങ്ങളുടെ ബ്രദറിൻലോയ്ക്ക് ഭയങ്കര വീക്ക്നെസ്സായ വേറൊരു ഷോപ്പാണ്. ഞങ്ങൾ അവിടെ എല്ലാം കയറി. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ശങ്ക. എന്തിൻ്റെ ശങ്കയാന്ന് മനസ്സിലായല്ലോ. എൻ്റെ കാലിൻ്റെ സ്പീഡ് കാണുമ്പോൾ അറിയത്തില്ലേ ഞാൻ ഈ 100-ൽ എങ്ങോട്ടാണ് വെച്ച് പിടിപ്പിക്കുന്നതെന്ന്. അതിന് തന്നെയെന്നേ കുറേ നടന്നു കഴിഞ്ഞപ്പോഴേ ഒരു രക്ഷയില്ല. പക്ഷെ അതിനകത്ത് കയറിയപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിലെ ഈ വേളാങ്കണ്ണിക്കൊക്കെ പോകുന്ന ടൂറിസ്റ്റ് ബസ് പോലെ എനിക്ക് തോന്നി. എന്താ ലൈറ്റ് അല്ലേ, അതല്ലേ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ടൂറിന് പോകുമ്പോൾ ബസ്സിലെ ഒരു ലൈറ്റ് ഇല്ലേ, അതുപോലെ നല്ല പാട്ടൊക്കെ ഇട്ടിരുന്നെങ്കിൽ അല്ലേ മോഹൻലാലിൻ്റെ ദാന്തിൻ്റെ
നിനക്കത്തില്ലെന്തില്ല ആ പാട്ടൊക്കെ ഇട്ടിരുന്ന പൊളിച്ചനെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേനും ജേഡു ആ ഷോപ്പിൽ ഉറക്കം പിടിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഉറക്കമൊന്നുമല്ല, ചുമ്മാ ആക്ടിങ്ങേ ഉള്ളൂ. പക്ഷേ കൊച്ചും അടുത്തു. അങ്ങനെ അവിടെ എല്ലാം കയറി കുറേ തെണ്ടിത്തിരിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രോക്സിനൊരു ഷോപ്പിൽ കയറി കേട്ടോ. എൻ്റെ അമ്മേ, ക്രോക്സിൻ്റെ വിശാലമായ ശേഖരമെന്ന്, ഒരു വിജൃംഭിച്ച ശേഖരമെന്ന് വേണേൽ പറയാം കേട്ടോ. എന്തോരം കളേഴ്സ് ആയിരുന്നെന്നറിയോ. പക്ഷേ എനിക്ക് എപ്പോഴും അറിയാൻ മേലാതെ, ഞാൻ ഭയങ്കര ചെരുപ്പ് ഭ്രാന്തിയാണെങ്കിലും എൻ്റെ വീക്ക്നെസ് ചെരുപ്പാണെങ്കിലും ഈ ക്രോക്സിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലെന്നേ. നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ക്രോക്സ് ഭ്രാന്തുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയാമല്ലോ ഈ മനുഷ്യരൊക്കെ എന്തിനാ ഈ സാധനം ഇടുന്നതെന്ന്. ഇത് പണ്ടാണെങ്കിൽ വാങ്ങിച്ചിട്ടാലുണ്ടല്ലോ അതൊട്ട് പൊട്ടുകയില്ല. ഒരു 10-12 വർഷമായാലും അത് കാലേ കിടക്കും. എനിക്കൊന്നൊരു 14 ഇത് ഇച്ചിരി കൂടി പോകും. ഒരു 12 വർഷമായിട്ടുള്ളൊരു ക്രോക്സ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇതുവരെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എന്നോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഒരു പ്രാവശ്യം എൻ്റെ പപ്പ അബുദാബി വന്നപ്പോൾ ഞാൻ പപ്പയ്ക്കൊരു ക്രോക്സിൻ്റെ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തേ. എൻ്റെ പൊന്നു ദൈവമേ, അടുത്ത മാസം വെക്കേഷന് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ആ ചെരുപ്പിൻ്റെ ശോചനീയാവസ്ഥ കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ക്രോക്സ് കമ്പനിക്കാർ കണ്ട അപ്പോൾ പപ്പയ്ക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുത്തേനെ. അതായിരുന്നു അവസ്ഥ. അതിൻ്റെ വള്ളി അതിൻ്റെ സ്ട്രാപ്പും ഒക്കെ പൊട്ടി ഒരു പരുവായിരുന്നേ ഒരു മാസം കൊണ്ട്. പപ്പ അതാ റബ്ബർ തോട്ടത്തിൽ കൂടെയും പറമ്പിൽ കൂടെയും അതുവഴി ഇതുവഴി എല്ലാം നടന്നു, മഴയത്തും കുന്നേലും എല്ലാം നടന്നു ഒരു പരുവാക്കി കളഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചേ പപ്പായ്ക്ക് ക്രോക്സിനേക്കാളും നല്ലതേ പാരഗൺ ഹവായി ചപ്പലാന്ന്. അതാകുമ്പോൾ വലിയ കാശും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചിടുകയും ചെയ്യാമല്ലോ. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ജസ്റ്റിമോൻ്റെ അടുത്ത വീക്ക്നെസ്സിലേക്ക് കയറി. ടീഷർട്ട്. പക്ഷേ ഇതിപ്പോൾ തപ്പിയത് ജസ്റ്റിക്കും കൊച്ചിനും കൂടെ കേട്ടോ. കൊച്ചിനെ കുറേ ടീഷർട്ടൊക്കെ ഇടിയിപ്പിച്ചു. പക്ഷേ ഉണ്ടല്ലോ ചില ടീഷർട്ട് നമ്മൾ ഇട്ട് നോക്കിയാലേ നമുക്കറിയത്തുള്ളൂ ചേരുവോ ഇല്ലയോ എന്ന്. അങ്ങനെ ജേഡുവിനും ജസ്റ്റിക്കും ഒക്കെ അവിടെ നിന്ന് ടീഷർട്ടും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മളിറങ്ങി. പിന്നെ നമ്മളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ആമാശയം ഞാൻ പറഞ്ഞിട്ടില്ലേ, അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അയലോക്കത്തെ ചേട്ടനും വരെ തെറി വിളിച്ചു തുടങ്ങി. അമ്മാതിരി വിശപ്പ്, നല്ല വിശപ്പുണ്ടായിരുന്നു. ആദ്യം ജസ്റ്റ് എന്നോട് പറഞ്ഞു നമുക്ക് ദുബായിൽ വന്നതല്ലേ, നമുക്ക് കരാമയിൽ പോയി ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ ആയിരുന്നേ. പക്ഷേ കരയാമ വരെ പോകാനുള്ള ഗട്ട്സ് ഇല്ലായിരുന്നു. എൻ്റെ വയറ്റിലെ ആമക്കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു തായ്ലൻഡ് റെസ്റ്റോറൻറ്റ്, ഒരു തായ് റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്ക് തായ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ ജസ്റ്റിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ വാക്കുകളെ ജസ്റ്റ് ത്രിവഗണിക്കാതെ അവിടെ കയറി. അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു. പിന്നെ കയറുന്നത് ജസ്റ്റിയുടെ ഫേവറേറ്റ് സ്ഥലത്താണ്. ഇനിയും കാണാൻ പോകുന്ന സീനിന് നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം. എനിക്കും കൊച്ചിന് നല്ല ക്ഷമയുടെ നെല്ലിപ്പലക ഉള്ളത് കൊണ്ട് ഞങ്ങൾ പിടിച്ചു നിന്നു. എവിടെയാണെന്നറിയാമോ? നമ്മുടെ സക്കൂർ ബ്രദേഴ്സിൽ പോകുന്നതിൻ്റെ അല്ല, ജസ്റ്റിമോൻ ഷർട്ട് നോക്കാൻ കയറുക. അവിടെയുള്ള സകലമാന ഷർട്ടും ജസ്റ്റ് ഇട്ട് നോക്കി. എൻ്റെ പൊന്നു, ഓരോന്നും ഇട്ട് കഴിയുമ്പോഴും ജസ്റ്റിക്ക് സ്വന്തമായിട്ട് തീരുമാനമൊന്നുമില്ല. ജസ്റ്റ് നമ്മളെ വിളിച്ച് കാണിക്കും, വരൂ നോക്കൂ ഇതെനിക്ക് ചേരുന്നുണ്ടോയെന്ന്. അങ്ങനെ കണ്ടാൽ മാത്രം പോരാ, നമ്മൾ പിക്ചറൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കണം. ദേ ഫോട്ടോയിൽ ഇത് എങ്ങനെയാണെന്ന്. ഇത് കണ്ടോ ജേഡ് ഇരിക്കുന്നത്. അപ്പൻ്റെ ക്ഷമ അതുപോലെ മോന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രശ്നമില്ല, പുള്ളി അവിടെ ഇരുന്നു. അപ്പൻ ഓരോ ഷർട്ടും മാറി മാറി ഇട്ട് വരുന്നിടം വരെ. അങ്ങനെ അവിടുന്ന് പിന്നെ ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ സഹോദര സ്ഥാപനമായ ടിം ഹോട്ടൽസിൽ കയറി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു, നമുക്ക് നേരെ വീട്ടിലോട്ട് പോന്നാൽ മതിയായിരുന്നു. എന്നാലും പോകുന്നതിന് മുമ്പ് പിന്നെ ഉണ്ടല്ലോ 1 മണിക്കൂർ കൂടുതൽ ഡ്രൈവിംഗ് ഇല്ലേ, അപ്പോൾ വിചാരിച്ചൊരു കോഫിയൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് വന്നാൽ നല്ല ഉറക്കമൊക്കെ വരും. അപ്പോൾ തന്നെ സമയം എനിക്കൊന്ന് 11:30 ആയെന്നേ. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ കോഫിയൊക്കെ വാങ്ങിച്ചു. അവിടെ ഇരുന്ന് കോഫി മുഴുവൻ കുടിച്ചൊന്നുമില്ല, എനിക്കത് ജസ്റ്റ് കുടിച്ചെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് കോഫി ഇച്ചിരി സിപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നമ്മുടെ ഷോപ്പിംഗ് മോളിലോട് ബൈ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഷോപ്പികളൊന്നും പോയില്ലെന്നേ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ വരുവാണെങ്കിൽ എല്ലാ ഷോപ്പും കവർ ചെയ്യാം. അല്ലേ ഉണ്ടല്ലോ ഭയങ്കര പാടാണ്, ഓടിപ്പിടിച്ച് അവിടെ ഇവിടെയൊക്കെ പോയെന്നേ ഉള്ളൂ. അത്യാവശ്യം കണ്ട കുറച്ച് ഷോപ്പിലൊക്കെ കയറി കുറച്ച് സാധനം, കുറച്ചൊന്നുമല്ല കുറേയേറെ സാധനമൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. സമയം ഒത്തിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ക്ലോസ്, ഷോപ്പ് ചെയ്യാറായില്ല. എനിക്കൊന്ന് ദുബായിലൊക്കെ ഒരു 12:30 ആകുമ്പോഴേ ക്ലോസ് ചെയ്യുള്ളൂ. എന്നാലും നമുക്ക് പിന്നെ ദുബായിൽ നിന്ന് അബുദാബി വരെ ഡ്രൈവ് ചെയ്യേണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അത് മാത്രമല്ല പിറ്റേ ദിവസം എനിക്ക് ജോലിയുണ്ട്, അതുകൊണ്ടും കൂടെ കേട്ടോ. അല്ലേ ജസ്റ്റ് പറയാം, കുറച്ച് നേരം കൂടെ ഷോപ്പിംഗ് കഴിഞ്ഞ് നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദുബായിൽ മിക്കപ്പോഴും ഏതെങ്കിലും ഒരു ഹോട്ടൽ എടുത്തിട്ട് ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്യുക. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡേ എനിക്ക് ജോലി ഉള്ളത് കൊണ്ടും ദുബായിക്ക് 1.25 മണിക്കൂർ, ദുബായ്ക്കല്ല അബുദാബിക്ക് 1.25 മണിക്ൂർ ഡ്രൈവ് ഉള്ളതുകൊണ്ടും ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇപ്പം തന്നെ 11:30 12:30 1 മണി കഴിഞ്ഞാലേ നമ്മൾ വീട്ടിൽ വരുള്ളൂ. അതുകൊണ്ട് നേരെ പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ ഒക്കെ കറങ്ങണമെന്നുണ്ടായിരുന്നേ. സാരമില്ല, ഇനി അടുത്ത പ്രാവശ്യം ആട്ടെ അല്ലേ. എന്തോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പിംഗ് മോൾ, ഔട്ട്ലെറ്റ് മോൾ കേട്ടോ.
ഇനി പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കുക. നല്ല വമ്പൻ പ്രൊമോഷൻസൊക്കെ ഉണ്ട്. എല്ലാ ബ്രാൻഡഡ് സാധനങ്ങൾക്കും നല്ല വിലക്കുറവുണ്ട്. വെറുതെ എന്താ പറയുക, ഈ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി ആവശ്യമില്ലാത്ത വില കൊടുത്ത് കൂതറ സാധനം വാങ്ങിക്കുന്നതിനേക്കാളും മച്ച് ബെറ്ററാണ്. എല്ലാവരും ബ്രാൻഡഡ് ഇടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ബ്രാൻഡഡ് സാധനങ്ങൾ വിലക്കുറവിലുണ്ട്. അങ്ങനെ ഞങ്ങൾ അബുദാബിയിലോട്ട് തിരിച്ചു കേട്ടോ. ആദ്യമേ നമ്മൾ നേരെ എമിറേറ്റ്സ് റോഡിൽ കൂടെയാണേ വന്നത്. സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കര പേടിയാണ് എമിറേറ്റ്സ് റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട്. അതിപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യണമെന്നൊന്നും ഇല്ല, എനിക്ക് എമിറേറ്റ്സ് റോഡിൽ കൂടെ വരാൻ തന്നെ പേടിയാണ്. എന്താണെന്നറിയത്തില്ല, എന്നെപ്പോലെ പേടിയുള്ള ആരെങ്കിലും ഉണ്ട്? ഇച്ചിരി സമയമെടുത്ത് ഡ്രൈവ് ചെയ്താലും എനിക്ക് ഷെയ്സായത് റോഡിൽ കൂടെ വരുന്നതാണ് ഇഷ്ടം. അതാണൊരു സുഖം. എന്നെപ്പോലെ അങ്ങനത്തെ ഇഷ്ടങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഫൈനലി നമ്മൾ അബുദാബി വന്നു കേട്ടോ. അബുദാബി ലാൻഡ് ചെയ്തപ്പം എന്തോ മനസ്സിനൊരു വല്ലാത്ത സമാധാനം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ വന്നു കേട്ടോ. നമ്മുടെ ഈ ഫ്ലാറ്റിൽ ഇരിക്കുന്നിടത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഏത് നട്ടപ്പാതിലേക്ക് വന്നാലും ഇവിടെ പാർക്കിംഗ് ഉണ്ടെന്നേ. ഇത് കണ്ടോ, 1 മണിക്ക് വന്നിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടിയെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗും വീഡിയോ ഒക്കെ ഇവിടെ തീർന്നേ. അപ്പം ശരി, എന്നാൽ പോയേച്ചും വരാം.